വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ യൂണിറ്റ് 5 ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ എന്ന പോയമാണ്. നമുക്ക് ആ പോയമെന്ന് പഠിച്ചാലോ? ലെറ്റ് us sing. നമുക്ക് ആ പോയമെന്ന് ചൊല്ലാം. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ, ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ്, മേക്ക് ദ മൈറ്റി ഓഷ്യൻ ആൻഡ് പ്ലസൻറ്റ് ലാൻഡ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചെറിയ വെള്ളത്തുള്ളികൾ. അതുപോലെ തന്നെ ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ്, ചെറിയ മണൽത്തരികൾ. അതൊക്കെ ചേർന്നിട്ടുണ്ട് എന്താ ഉണ്ടാകുന്നത്? മേക്ക് ദ മൈറ്റി ഓഷ്യൻ. അപ്പോൾ മൈറ്റി ഓഷ്യൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആൻഡ് ദ പ്ലസൻറ്റ് ലാൻഡ്, ഈ ഭംഗിയാർന്ന നല്ല സുന്ദരമായ ഈ ഭൂമി ഉണ്ടാകുന്നത് ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ മണൽത്തരികൾ കൊണ്ടാണ് ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, ലിറ്റിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ്, ലിറ്റിൽ ഡീഡ്സ് ഓഫ് വാംത്, സ്പ്രെഡ് സ്മൈൽസ് ആൻഡ് ഹാപ്പിനെസ്. ഇതെന്താ പറഞ്ഞത്? ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹം നിറഞ്ഞ ചെറിയ വാക്കുകളെ. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹാർദ്രമായ ചെറിയ വാക്കുകൾ. ലിറ്റിൽ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, ചെറിയ ദയ നിറഞ്ഞ, കൈൻഡ്നെസ് ഒക്കെ നിറഞ്ഞ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ. ലിറ്റിൽ ഡീഡ്സ് ഓഫ് വാംത്, ഹാർദവമായ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ. സ്പ്രെഡ് സ്മൈൽസ് ആൻഡ് ഹാപ്പിനെസ്, അതാണ് ചുറ്റുപാടും സന്തോഷവും പുഞ്ചിരിയും പടർത്തുന്നത്. സ്പ്രെഡ്സ് മീൻസ് പടർത്തുക. അപ്പം നമ്മുടെ ചുറ്റും സന്തോഷവും അതുപോലെ തന്നെ ചിരിയൊക്കെ പടർത്തുന്നത് സ്നേഹാർദ്രമായ വാക്കുകളും ദയ നിറഞ്ഞ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നല്ല ഹാർദവുമായ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്നാണ് കവി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും എല്ലാവരോടും വളരെ ദയയോടും വളരെ സ്നേഹത്തോടും കൂടി വേണം പെരുമാറാൻ. അങ്ങനെയൊരു ഉപദേശമാണ് പോയറ്റ് നമുക്ക് നൽകുന്നത്. കേട്ടോ? ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ. മൈറ്റി, MIGHTY, മൈറ്റി മീൻസ് മഹത്തായ, ശക്തമായ എന്നൊക്കെയാണ് മൈറ്റി. മൈറ്റി ഓഷ്യൻ, മഹത്തായ വലിയ സമുദ്രം. പ്ലസൻറ്റ്, സന്തോഷമുള്ള. കൈൻഡ്നെസ്, ദയവുള്ള. പീസ്ഫുൾ, നല്ല സമാധാനം നിറഞ്ഞ. ഓഷ്യൻ, സമുദ്രം. അതാണ് പുതിയ വാക്കുകൾ. കേട്ടോ? ലെറ്റ് us സ്പീക്ക്, നമുക്ക് സംസാരിക്കാം. Say all the words that come to your mind when you think of the word water. വെള്ളമെന്ന് മനസ്സിൽ തോന്നിയാൽ മനസ്സിലേക്ക് കടന്നു വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? 1 ഓഷ്യൻ, 2 സീ, 3 റിവർ, 4 ബാക്ക് വാട്ടർ, കായൽ, ദെൻ ഡ്രിങ്കിങ്, വാഷിംഗ്, കുക്കിംഗ്, വാട്ടറിങ്, എക്സെട്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. എന്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്? ഓഷ്യൻ, സമുദ്രം. സീ, കടൽ. റിവർ, നദി. പോണ്ട്, കുളം. ബാക്ക് വാട്ടർ, കായൽ. പിന്നെ എന്തോർക്കും? ഡ്രിങ്കിങ്, വെള്ളം കുടിക്കുന്ന കാര്യം ഓർക്കും ഇല്ലേ? വാഷിംഗ്, തുണിയൊക്കെ നനയ്ക്കുന്ന, കഴുകുന്ന കാര്യം ഓർക്കും. കുക്കിംഗ്, ആഹാരം പാകം ചെയ്യൽ. ഗാർഡനിങ്, ഗാർഡനിങ് മീൻസ് പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നതിന്. വാട്ടറിങ്, ജലസേചനത്തിന്, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട്. വാഷിംഗ്, തുണിയൊക്കെ കഴുകുന്നതിന്, എക്സെട്ര. അത്തരം കാര്യങ്ങൾക്കാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് വാട്ട് യു സീ. 1ാമത്തെ പടത്തിൽ കാണുന്നത് ഒരു സണ്ണി ഡേ ആണ്. 4 children ആർ ദെയർ ഇൻ ദ പിക്ചർ. 4 കുട്ടികളുണ്ട് ഈ പടത്തിൽ. 1 boy is flying the kite. A girl is reading the book. 1 boy is catching the fish from the river. ഒരാൺകുട്ടി നദിയിൽ നിന്ന് മീനെ പിടിക്കുക. A dog is also there in the picture. ഒരു പട്ടി ഉണ്ട് ആ പടത്തിൽ. A girl is walking. ഒരു പെൺകുട്ടി നടക്കുന്നുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ പിക്ചർ ഒന്ന് നോക്കാം. 2ാമത്തെ പിക്ചറിൽ കാണുന്ന തന്നെ ഇറ്റ്സ് എ നൈറ്റ് ടൈം.
രാത്രികാലമാണ്. വൺ മൂൺ ഈസ് ദർ ഇൻ ദ പിക്ചർ. എ ഹൗസ് ഈസ് സീൻ ഇൻ ദ പിക്ചർ. ആ പടത്തിൽ വീട് കാണാം. ഫാമിലി മെമ്പേഴ്സ് ആർ സ്ലീപ്പിംഗ്. കുടുംബാംഗങ്ങളൊക്കെ ഉറങ്ങുകയാണ്. വൺ സെക്യൂരിറ്റി മാൻ ഈസ് ദർ ഇൻ ദ പിക്ചർ. പടത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട് അല്ലേ. ലെറ്റ് us ലിസൺ. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ലിസൺ ടു ദ ഡയറക്ഷൻ ആൻഡ് ഫിൽ ദ കളേഴ്സ്. കളർ ദ ബേർഡ്സ്. പക്ഷികൾക്ക് നിറം കൊടുക്കണം. കളർ ദ ലീവ്സ്. ഇലകൾക്ക് നിറം കൊടുക്കണം. ഇലകൾക്ക് പച്ച നിറം കൊടുക്കണം കേട്ടോ. കളർ ദ പ്ലാന്റ്. ആ പ്ലാന്റിന് നിറം കൊടുക്കണം. ലെറ്റ് us ഡ്രോ. നമുക്ക് വരയ്ക്കാം. ഡ്രോ വൺ തിങ് യു ഫീൽ would help us to make our earth a most beautiful place. ഭൂമിയെ വർണ്ണഭംഗിയുള്ളതാക്കുന്ന അല്ലെ ഭംഗിയുള്ളതാക്കുന്ന ഏതെങ്കിലും ഒന്നിൻ്റെ പടമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അടുത്തത് ലെറ്റ് us റൈറ്റ്. നമുക്കൊന്ന് എഴുതാം. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ആൻസർ ചെയ്യണം. മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദ വേർഡ്സ് ഇൻ കോളം ബി. കോളം എയിലെ വേർഡ്സും കോളം ബിയിലെ വേർഡ്സുമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ആൻഡ് കംപ്ലീറ്റ് ദ ഫ്രേസസ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നുള്ള ആ ഫ്രേസസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. കോളം എയിലെ ഗ്രെയിൻസ് ഓഫ്, ഡ്രോപ്സ് ഓഫ്, ഡീഡ്സ് ഓഫ്, വേർഡ്സ് ഓഫ് എന്നിങ്ങനെ ഉള്ള വാക്കുകളുണ്ട്. കോളം ബിയിൽ ഏതൊക്കെ വേർഡ്സാണ് ഉള്ളത്? കൈൻഡ്നസ്, സാൻഡ്, ലവ്, വാട്ടർ എന്നിങ്ങനെ അല്ലേ. അപ്പോൾ അതിനെ യോജിപ്പിക്കണം നമ്മൾ. ഗ്രെയിൻസ് ഓഫ് സാൻഡ് എന്ന് പറയാം അല്ലേ. മണൽ തരികൾ. ഗ്രെയിൻസ് മീൻസ് തരികൾ. ഗ്രെയിൻസ് ഓഫ് സാൻഡ്. ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഡ്രോപ്പ് എന്ന വെള്ളത്തുള്ളികൾ. ഡ്രോപ്സ് ഓഫ് വാട്ടർ. അടുത്ത ഡീഡ്സ് ഓഫ് കൈൻഡ്നസ്. ദയയുള്ള പ്രവർത്തനം. വേർഡ്സ് ഓഫ് ലവ്. സ്നേഹമുള്ള വാക്കുകൾ എന്നിങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് ഇൻ ദ പോയം വി ടോക്ക് അബൌട്ട് ഡ്രോപ്സ് ഓഫ് വാട്ടർ. ഈ പോയത്തിൽ നമ്മൾ വെള്ളത്തുള്ളികളെ പറ്റി സംസാരിച്ചു. വി യൂസ് ദ വേർഡ് ഡ്രോപ്സ് വിത്ത് ലിക്വിഡ്സ്. ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ തുള്ളികൾ, അത് ലിക്വിഡിലാണ് കേട്ടോ. സർക്കിൾ ദ വേർഡ്സ് ഫോർ വിച്ച് യു ക്യാൻ യൂസ് ഡ്രോപ്സ് ഓഫ് എന്ന് യൂസ് ചെയ്യാവുന്ന വാക്കുകളൊന്ന് സർക്കിൾ ചെയ്യണം. താഴെ നോക്കിയേ. താഴെ മിൽക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബ്രെഡ്, ജ്യൂസ്, കോട്ടൺ, ഓയിൽ, റൈസ്, സോൾട്ട്. അപ്പം നമുക്ക് ഇതിൽ ഡ്രോപ്സ് ഏതിനൊക്കെയാണ് വരുന്നത്? ദ വേർഡ്സ് ഫോർ വിച്ച് വി ക്യാൻ യൂസ് ഡ്രോപ്സ് ഓഫ്. തുള്ളികൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയായിരിക്കും? ഒന്ന് മിൽക്ക്, പാലിൻ്റെ തുള്ളിയുണ്ട്. ക്യാരറ്റിന് തുള്ളിയില്ല, ബ്രെഡിന് തുള്ളിയില്ല. വാട്ടറിന് തുള്ളിയുണ്ട്, വെള്ളത്തുള്ളികൾ. അപ്പോൾ വാട്ടറിന് റൗണ്ട് ചെയ്യണം. ജ്യൂസിന് തുള്ളികളുണ്ട്, അപ്പം നമുക്ക് ജ്യൂസും റൗണ്ട് ചെയ്യാം. കോട്ടൺ തുള്ളികളില്ല. ഓയിൽ തുള്ളികളുണ്ട്, ഡ്രോപ്സ് ഓഫ് ഓയിൽ നമ്മൾ പറയും. സോൾട്ട്, റൈസ് ഇവയൊന്നും തുള്ളികളായിട്ട് നമ്മൾ പറയില്ല. അപ്പോഴേ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡ്രോപ്സ് ഓഫ് മിൽക്ക്, ഡ്രോപ്സ് ഓഫ് വാട്ടർ, ഡ്രോപ്സ് ഓഫ് ജ്യൂസ്, ഡ്രോപ്സ് ഓഫ് ഓയിൽ എന്നിങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ റൗണ്ട് ചെയ്യണം. ഇതിനൊക്കെ റൗണ്ട് ചെയ്യുന്നത് മിൽക്ക്, വാട്ടർ, ജ്യൂസ് ആൻഡ് ഓയിൽ. അത്രയും കാര്യത്തിന് നമ്മൾ റൗണ്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോക്കിയേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് വേർഡ്സ് ഓൺ ദ ബോക്സ്. ബോക്സിൽ നിന്ന് വേർഡ്സൊക്കെ എടുത്ത് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ബോക്സിൽ കിടക്കുന്ന വാക്കുകളൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ബാഗ്, ട്യൂബ്, കപ്പ്, ബോക്സ്, സ്ലൈസ് എന്നിങ്ങനെ 5 വാക്കുകൾ എവിടെയുണ്ട്? ബോക്സിലുണ്ട്. ഇപ്പോഴത്തെ ഫില്ല് ചെയ്യാൻ കിടക്കുന്നത് അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് യോജിക്കുന്നിടത്ത് ഫില്ല് ചെയ്യണം. ഒന്നാമത് എ ഡാഷ് ഓഫ് മിൽക്ക്. നമ്മളിപ്പോൾ എ കപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയില്ലേ? പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് മിൽക്ക് എന്ന് പറയാറില്ലേ? ഒരു കപ്പ് പാല്. എ ഡാഷ് ഓഫ് ബ്രെഡ്. എ സ്ലൈസ് ഓഫ് ബ്രെഡ്. ബ്രെഡിൻ്റെ ഒരു പീസ്, അതിനായ സ്ലൈസ് ഓഫ് ബ്രെഡ് എന്ന് പറയുന്നത്. എ ഡാഷ് ഓഫ് ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ട്യൂബ്, അതല്ലേ നമ്മൾ പറയുക. എ ട്യൂബ് ഓഫ് ടൂത്ത് പേസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. എ ട്യൂബ് ഓഫ് ടൂത്ത് പേസ്റ്റ്. അടുത്തതോ എ ബോക്സ് ഓഫ് പെൻസിൽസ്. ഒരു വെട്ടി പെൻസിൽ. എ
എ ഡാഷ് ഓഫ് ക്ലോത്ത്സ്, എ ബാഗ് ഓഫ് ക്ലോത്ത്സ് എന്ന് പറയാം. അവിടെ ബാഗാണ് എടുത്തെഴുതേണ്ടത് കേട്ടോ. ബാഗ് ഓഫ് ക്ലോത്ത്സ് എഴുതിയില്ലേ? അപ്പം നമ്മൾ എ കപ്പ് ഓഫ് മിൽക്ക്, എ സ്ലൈസ് ഓഫ് ബ്രെഡ്, എ ട്യൂബ് ഓഫ് ടൂത്ത് പേസ്റ്റ്, എ ബോക്സ് ഓഫ് പെൻസിൽസ്, എ ബാഗ് ഓഫ് ക്ലോത്ത്സ് എന്നിങ്ങനെ ഫില്ല് ചെയ്യണം കേട്ടോ. അടുത്തത് ഡി ആണ്. അത് നമുക്കൊന്ന് വായിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന്? റീഅറേഞ്ച് ദ വേർഡ്സ് ടു ഫോം പ്രോപ്പർ സെൻറ്റൻസസ്. ഇവിടെ താഴെ തന്നിരിക്കുന്ന വേർഡൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. റിമെമ്പർ ടു ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, വലിയ അക്ഷരം വേണം. പിന്നെയോ ആൻഡ് എൻഡ് ഇറ്റ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു സെൻറ്റൻസ് തീർന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം, ഒരു കുത്തിടണമെന്നാണ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്നും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ഒന്ന്, രാഘവ് ബുക്ക് ടുക്ക് ഹിസ്. ആ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അർത്ഥം വ്യക്തമല്ല. അത് വ്യക്തമായിട്ട് താഴെ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. രാഘവ് ടുക്ക് ഹിസ് ബുക്ക് എന്ന് പറയുമ്പോൾ അർത്ഥം വ്യക്തമായി. രാഘവ് തൻ്റെ ബുക്ക് എടുത്തു. അപ്പോൾ അതൊരു സെൻറ്റൻസാണ്. രണ്ടാമത്തെ നോക്കിയേ, വെൻറ്റ് റമോണ സ്കൂൾ ടു. ഇപ്പോൾ പറഞ്ഞതൊരു സെൻറ്റൻസ് അല്ല, അർത്ഥം വ്യക്തമല്ല. അപ്പോൾ നമ്മൾ എന്തെഴുതും? ആദ്യം റമോണ എഴുതും. റമോണ വെൻറ്റ് സ്കൂൾ, റമോണ വെൻറ്റ് സ്കൂൾ അങ്ങനെ പറയുമ്പോൾ ശരിയായി ഇല്ലേ? അടുത്തത് മൂന്നാമത്തതാണ്. നമുക്കൊന്ന് വായിക്കാം. ദേ വെയറിങ് ആർ ബ്ലാക്ക് ബോത്ത് ഷൂസ്. കണ്ടോ? ആ വാക്കുകൾക്ക് ചേർത്ത് എഴുതിയിട്ട് അർത്ഥമൊന്നും വരുന്നില്ല അല്ലേ? അപ്പം നമ്മളത് അർത്ഥമുള്ള രീതിയിൽ തിരിച്ചെഴുതണം. ദേ ബോത്ത് ആർ വെയറിങ് ബ്ലാക്ക് ഷൂസ്. ദേ ബോത്ത് ആർ വെയറിങ് ബ്ലാക്ക് ഷൂസ് എന്ന് വേണം എഴുതാനായിട്ട്. അടുത്തത്, വെരി ദീസ് ബ്യൂട്ടിഫുൾ ആർ ബട്ടർഫ്ലൈസ്. നാലാമത്താണ്, വെരി ദീസ് ബ്യൂട്ടിഫുൾ ആർ ബട്ടർഫ്ലൈസ്. അത് ശരിയല്ല എഴുതിയിരിക്കുന്നത്. അത് നമ്മളങ്ങനെ റീഅറേഞ്ച് ചെയ്യും. നോക്കിയേ, ദീസ് അത് ആദ്യം എഴുതി, THEC ദീസ്. ദീസ് ബട്ടർഫ്ലൈസ് ആർ വെരി ബ്യൂട്ടിഫുൾ എന്നാണ് എഴുതേണ്ടത്. ദീസ് ബട്ടർഫ്ലൈസ് ആർ വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ പറയുമ്പം ആ സെൻറ്റൻസ് ശരിയായി. ഇനി അഞ്ചാമത്തെ, മോട്ടി ഗോ ഫോർ എ വാക്ക് ടു ലൈക്സ്. മോട്ടി ലൈക്സ് ടു ഗോ ഫോർ എ വാക്ക് എന്ന് എഴുതണം. മോട്ടി ലൈക്സ് ടു ഗോ ഫോർ എ വാക്ക്. മനസ്സിലായോ? അങ്ങനെ എഴുതണ്ട. അടുത്തത്, മങ്കി ദി ടുക്ക് ദ നോട്ടി എവേ ബനാന. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. എ നോട്ടി മങ്കി ടുക്ക് അവേ ദ ബനാന എന്ന് എഴുതണം. എ നോട്ടി മങ്കി ടുക്ക് അവേ ദ ബനാന. ഒരു വികൃതിയായ കുരങ്ങൻ ഏത്തപ്പഴം എടുത്തുകൊണ്ട് പോയിന്ന് കേട്ടോ. അടുത്ത പേജ് നോക്കിയേ, ലെറ്റ് us ഡു. നമുക്ക് ചെയ്യാം. എന്താണിത്? എ പ്രോജക്റ്റ് വർക്ക്. ഒരു പ്രോജക്റ്റ് വർക്കാണ്. ആസ്ക് പീപ്പിൾ അറ്റ് ഹോം ടു അലൗ യു ടു ടച്ച് ആൻഡ് ഫീൽ ദ ഫോളോവിങ് തിങ്സ് ഇൻ ദ കിച്ചൺ. ആസ്ക് ദ പീപ്പിൾ അറ്റ് ഹോം. വീട്ടിൽ ചെന്ന ആൾക്കാരോട് ചോദിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യണം? ടു അലൗ യു ടു ടച്ച് ആൻഡ് ഫീൽ ദ ഫോളോവിങ് തിങ്സ് ഇൻ ദ കിച്ചൺ. അടുക്കളയിലുള്ള ഈ വസ്തുക്കളൊക്കെ തൊട്ട് നോക്കി അറിയണ്ടേ? അതിന് അനുവദിക്കാനായിട്ട് അടുക്കളയിൽ ചെന്ന് അമ്മയോടൊക്കെ പറയണം. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ, ബനാന ഏത്തപ്പഴമുണ്ട്, സോൾട്ട് ഉപ്പ്, ഓയിൽ എണ്ണ, ഫ്ലവർ ധാന്യമാവ് ഗോതമ്പ് പൊടിയും റവയുടെ പൊടിയൊക്കെ, അതാ ഫ്ലോർ. അടുത്ത ഷുഗർ പഞ്ചസാര, അത് നിങ്ങൾക്കറിയാമല്ലോ പഞ്ചസാര. റൈസ് അരി, വീറ്റ് ഗോതമ്പ്. ഇവയെല്ലാം നിങ്ങളെ കണ്ടും തൊട്ടും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അടുത്തത്, ചൂസ് എനി വൺ ദാറ്റ് സീംസ് ഗ്രീനി. തരിതരിയായിട്ട് കിടക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ് തരിതരിയായിട്ടുള്ളത്? ഉപ്പ് തരിതരിയായിട്ടാണ്, സോൾട്ട്. ഷുഗർ തരിതരിയായിട്ടുണ്ട്, റൈസ്, വീറ്റ് അതെല്ലാം തരിതരിയായിട്ടാണ്. അപ്പോൾ ഗ്രെയിൻസായിട്ട് കാണുന്നത് സോൾട്ട്, ഷുഗർ, റൈസ് ആൻഡ് വീറ്റ്. ബ്രിങ് ഇറ്റ് ടു ദ ക്ലാസ് നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം ക്ലാസ്സിൽ കൊണ്ടുവരികയാണ് പറയുന്നത്.
ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.